MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ബാഴ്സലോണ ലാലിഗ കിരീടത്തിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരമായിരുന്നു ഒസാസുന വേഴ്സസ് ബാഴ്സലോണ. ഇന്നലെ ബാഴ്സലോണ ഒസാസുനയെ 2-1 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കി, ഫെറാൻ ടോറസ് എന്നിവരായിരുന്നു. ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാഴ്സലോണ കളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ബാഴ്സലോണയ്ക്ക് മികച്ച എത്രയോ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ ഇന്നലെ ബാഴ്സ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ ബാഴ്സലോണ മികച്ച രീതിയിൽ തന്നെ വന്നു. എന്നാൽ സബ്ബായി കൊണ്ടുവന്ന മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഒരു ക്രോസിൽ നിന്ന് ലെവൻഡോസ്കി അങ്ങനെ ആദ്യ ഗോൾ നേടുന്നു 81-ാമത്തെ മിനിറ്റിൽ. അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്നുമാണ് ഫെറാൻ ടോറസ് ഒസാസുനയുടെ ഗോൾ കീപ്പറായിട്ടുള്ള എറഹയുടെ നടയിലൂടെ ഒരു ഗോൾ നേടുന്നത്. അങ്ങനെ 2 ഗോളുകൾക്ക് ബാഴ്സലോണ ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 88-ാമത്തെ മിനിറ്റിലായിരുന്നു ഒസാസുനയുടെ താരമായിട്ടുള്ള റൗൾ ഗാർഷിയ ഒസാസുനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലാലിഗ ടാബിളിൽ ബാഴ്സലോണ നിൽക്കുന്നത് 34 മത്സരങ്ങളിൽ നിന്ന് 88 പോയിന്റ് നേടിക്കൊണ്ട് ഒന്നാമതാണ്. അതുപോലെ തന്നെ 14 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണയും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ലാലിഗയിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് റയൽ മാഡ്രിഡും എസ്പാനിയോളും. ഇന്ന് റയലിന് എസ്പാനിയോളിനെതിരെ വിജയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ഇന്ന് ബാഴ്സലോണ ചാമ്പ്യന്മാരാകും. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് റൂണി, ഡാനി ഓൾമോ, ഫെർമിൻ ലോപ്പസ്, ലെവൻഡോസ്കി എന്നിവരായിരുന്നു. ഒരു മികച്ച സ്കോഡ് തന്നെയായിരുന്നു ഇന്ന് ഹാൻസി ഫ്ലിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.